അപ്പോൾ നമ്മൾ എന്താണ് LP UP പരീക്ഷയ്ക്ക് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കുറച്ച് സംശയങ്ങൾ കൂടി നമ്മളുടെ മുൻപിലുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മളതൊന്ന് പരിഹരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നമ്മളിതിന് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ അപേക്ഷകർ എവിടെയാണോ അവിടെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരിക. നമുക്കിവിടെ നോക്കാം, കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ വന്നിരുന്നത്. അവിടെ നല്ല കട്ട് ഓഫും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കാം, ഇവിടെ നോക്കുമ്പം LPയുടെ കാര്യത്തിലാണെങ്കിൽ പിന്നീട് ഏറ്റവും കൂടുതൽ വന്നത് നമുക്ക് കട്ട് ഓഫ് വന്നത് 42.33 തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ നമുക്ക് 46 കോഴിക്കോടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 41.33 നമുക്ക് പാലക്കാടും കൊല്ലത്തും ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതിയതും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, പുതിയൊരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട്. അപ്പോൾ നിലവിലത്തെ സാഹചര്യം നമ്മളൊന്ന് നോക്കുകയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇപ്രാവശ്യം നിലവിൽ എത്ര പേർ അപേക്ഷ വെച്ചു എന്നുള്ളതിൻ്റെ ലിസ്റ്റൊന്നും നമുക്ക് ഇതുവരേക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഏറെക്കുറെ ഒന്ന് നോക്കുകയാണ്, എവിടെയാണ് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത്, നമുക്ക് എവിടെ വെച്ചാൽ സാധ്യത കൂടുതലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിൽ തന്നെ വെക്കണമെങ്കിൽ അത് ഒരു തെറ്റായിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലാണെങ്കിൽ നമുക്ക് ആ ജില്ലയിൽ തന്നെ ജോലി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് നമ്മുടെ ജില്ലയിൽ തന്നെ വെക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ജില്ലയിലാണ് നമ്മുടെ അഡ്വൈസ് വന്ന് നമുക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ആ ജില്ലയിൽ നിന്നും നമ്മളുടെ ജില്ലയിലേക്ക് വരണമെങ്കിൽ മിനിമം എത്ര വേണം, 5 വർഷം എടുക്കും. ഈ 5 വർഷം വേണം നമ്മളൊന്ന് എലിജിബിൾ ആവാൻ. അപ്പോൾ അതിന് തൊട്ട് മുൻപ് വേറെ ആരെങ്കിലുമൊക്കെ ഇതുപോലെ വന്ന് കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം പരിഗണന കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മളെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജില്ലയിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, നമ്മളെപ്പോഴും നമ്മളുടെ ജില്ലയിൽ തന്നെ ആയിരിക്കുന്നതാണ് നല്ലത്. ഇനി അങ്ങനെ പോരാ, നമുക്ക് മറ്റൊരു ജില്ല വേണം, എനിക്കിതെൻ്റെ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് മാത്രം നമ്മൾ ഏകദേശം ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ പരിശോധിക്കുന്നത്. ഈ കണക്കുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാനിവിടെ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഓരോ ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യം ഇട്ട മുഴുവൻ മെയിൻ ലിസ്റ്റും അതുപോലെ നിലവിൽ പോയേക്കുന്ന അഡ്വൈസുകളുമാണ്. നമുക്കിപ്പോൾ ആദ്യമേ LPST നോക്കാം. LPST ആകുമ്പം നമുക്ക് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് ഇട്ടത് 30/5/2022 3 വർഷമാണ് ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത്. അതായത് 23, 24, 25 31/5/2025 വരെ ഇതിന് കാലാവധി ഉണ്ട് ഈ ലിസ്റ്റിന്. അതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് എടുക്കുകയുള്ളൂ. പക്ഷേ ഇത് ഏകദേശം ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് ആവാറായി. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയ ലിസ്റ്റ് എടുക്കും എന്നുള്ള ആ ഒരു രീതിയിലേക്കൊക്കെ നമുക്ക് പ്രത്യാശിക്കാം. കാരണം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട എന്താണ്, നമുക്ക് ജോലി കിട്ടുക, നമ്മുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് നടക്കുക. അങ്ങനെ നമ്മളെപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് സ്വാർത്ഥമതികളാണ്. മനുഷ്യൻ പൊതുവെ സ്വാർത്ഥന്മാരാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പറ്റുന്ന ഏതാണെന്ന് നോക്കാം. നമുക്കിവിടെ നോക്കാം. അതായത് ഞാനിവിടെ ഈ സാധ്യതകളുള്ള ഏകദേശം ജില്ലകൾ നമുക്ക് പരിഗണിക്കാം. നമുക്ക് ഏകദേശം നോക്കുമ്പോൾ അറിയാം, ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മലപ്പുറത്തായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഏറ്റവും കൂടുതൽ അപേക്ഷകരുണ്ടായിരുന്നതും ഏറ്റവും കൂടുതൽ മെയിൻ ലിസ്റ്റ് ഇട്ടതും 987 വരെ ഇട്ടത് എവിടെയായിരുന്നു, മലപ്പുറത്തായിരുന്നു. അവിടെ നമുക്ക് ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്ന 1000 എണ്ണം ഇപ്പോൾ തന്നെ പോയി കഴിഞ്ഞു. ഈ 1000 എണ്ണം എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇവിടെയൊക്കെ കണ്ടോ, അതായത് SL 23 നിങ്ങൾക്ക് കൃത്യം അറിയാം. അതുപോലെ SL 62, SL 3, SL 8, അതുപോലെ തന്നെ എന്താണ് SL 7, SL 8. ഇതൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും കൂടി വിളിക്കേണ്ട അവസ്ഥ വന്നു. ഇവിടെ നോക്കിക്കേ, SC ST ഒക്കെ കണ്ടോ, ഫുള്ളായി, ലിസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് അടുത്തത്, LC എന്ന് പറയുന്നത് നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 23 പേരെ വിളിച്ചു കഴിഞ്ഞു. 23ാമത്തെ ആളെയും വിളിച്ചു കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, SU നമുക്കിതെല്ലാം നമുക്ക് ഹിന്ദു, നാടാർ, അതുപോലെ തന്നെ SCC, നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം, തീവ്ര, ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് നോക്കുമ്പം ഇവിടെ നമ്മുടെ ഒരു കാറ്റഗറി ഏതാണ്, നിങ്ങളുടെ കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ആണ് ഓപ്പൺ കാറ്റഗറിയാണ്, ഈഴവയാണ്, SC ST മുസ്ലിം, അതുപോലെ തന്നെ എന്താണ് ലാറ്റിന്, OBC, നിങ്ങൾക്ക് നിങ്ങളുടേതായ വിശ്വകർമ്മ, അങ്ങനെ നമുക്ക് നോക്കുമ്പം നമ്മുടെ ഏതാണോ അതനുസരിച്ചിട്ട് കൂടി നിങ്ങളൊന്ന് വിശകലനം ചെയ്യണം. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കൂടി ചെയ്തു പോവുക. നിങ്ങളുടെ കാറ്റഗറി ഏതാണ്. ഇപ്പം നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നടുക്കിങ്ങനെ വരെ ഇങ്ങോട്ട് ഇടുക.
എന്നിട്ട് ഇതിൻ്റെ അകത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എവിടെ വേണം എവിടെ വെക്കണം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മലപ്പുറത്തായിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 425 എണ്ണം ഇട്ടു. അതിൽ 359 എണ്ണം പോയി. ഇവിടെയൊക്കെ നമുക്ക് സാധ്യതയുണ്ട്. കാരണം 425 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതിൻ്റെ അകത്ത് 359 ഉണ്ട്. ഓപ്പൺ കാറ്റഗറിയിലാണെങ്കിൽ 233 ആൾ വരെ പോയി. അതുപോലെ തന്നെ എന്താണ് SC ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൻ്റെ അകത്ത് 48 ST ഫുള്ളായി. പിന്നെ എന്താണ് ഈ ST ഏകദേശം എല്ലായിടത്തും തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് തന്നെ വെച്ചാലും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത് ആളുകളുടെ എണ്ണം കുറവാണെന്നുള്ളൊരു അനുമാനത്തിലേക്ക് നമുക്ക് പോകാം. മുസ്ലിം ആണെങ്കിൽ 14, അതുപോലെ ലാറ്റിൻ ആണെങ്കിൽ 293. ഇവിടെയൊക്കെ സപ്ലിമെൻ്ററി ഉണ്ടോ? സപ്ലിമെൻ്ററി ഒത്തിരി എടുത്തു പോയി. അപ്പോൾ ഈ സപ്ലിമെൻ്ററി ഒരുപാട് എടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, അവിടെ അടുത്ത വർഷവും ഇതുപോലെ ഒഴിവുകൾ അവിടെ ഉണ്ടാവണമെന്നില്ല. ഈ വർഷം 987 പേരെ എടുത്തു, അതിൻ്റെ അകത്ത് 1000 പേർക്ക് നിയമനം കൊടുത്തെങ്കിൽ അടുത്ത വർഷം ഇതുപോലെ അവിടെ ഈ മലപ്പുറത്ത് ഇത്രയും ഒഴിവുണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒഴിവുണ്ടാവണമെന്നില്ല. നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ജില്ലയാണ് കൊല്ലം. ഈ കൊല്ലത്ത് നമുക്ക് അപേക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 431 പേരുടെ ലിസ്റ്റ് ഇട്ടതിൽ 315 പേരെ എടുത്തു കഴിഞ്ഞു. 3 വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി. ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ അത് അവസാനിക്കും. ഇനി നമുക്ക് പുതിയ ലിസ്റ്റിൽ നിന്ന് വിളിച്ചു തുടങ്ങും. ഇവിടെയൊക്കെ ആണെങ്കിൽ പോലും കണ്ടോ, നിങ്ങൾക്ക് നോക്കാം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് ഒരുപാട് വിളികൾ വന്നിട്ടുണ്ട്. ഇതുണ്ടോ, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ 445 പേരുടെ ലിസ്റ്റ് ഇട്ടു, അതിൻ്റെ അകത്ത് 342 പേർക്ക് ജോലി കൊടുത്തു. ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ കോഴിക്കോട് നോക്കാം. കോഴിക്കോട് നമുക്ക് എന്ത് ചെയ്യാം, 398 പേരുടെ ലിസ്റ്റ് ഇട്ടു, 390 പേരെ എടുത്തു. ഇവിടെയൊക്കെ നമുക്ക് എന്താണ് പ്രിഫറൻസ് കൂടുതലാണ്, നമ്മൾ വെക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഇവിടെ കൂടുതലാണ്. ഇവിടേക്കാണെങ്കിൽ പോലും നമുക്ക് മുസ്ലിമിൻ്റെ അകത്ത് നമുക്കൊന്ന് നോക്കുക. ഇവിടെ മുസ്ലിമിൻ്റെ അകത്തൊക്കെ ലിസ്റ്റ് കഴിഞ്ഞു. നമുക്ക് ഇനി പിന്നീടൊന്നും അതിൻ്റെ അകത്തേക്ക് എന്താ പറയുക നോക്കേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ സ്കോപ്പ് കൂടിയതാണ്. അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡ് നോക്കാം, 598. പക്ഷേ ഇത് ഈ കാസർഗോഡ് ഈ പ്രാവശ്യം ഇതുപോലെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 598 ലിസ്റ്റ് ഇട്ടതിൻ്റെ അകത്ത് 324 എണ്ണമേ എടുത്തിട്ടുള്ളൂ. കാരണം അവിടെ ഒഴിവുകളുടെ എണ്ണം കുറവാണ്. കണ്ടോ, കാരണം ഇത്രയും ഇവിടെയൊക്കെ 398 390 എണ്ണം എടുത്തു. ഇവിടെ നോക്കിക്കുക 598 600 എണ്ണത്തോളം അടുത്തിട്ടിട്ട് 324 എണ്ണേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒഴിവാണെങ്കിൽ കുറവാണ്. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ എന്താണ് കുറച്ചുകൂടെ ഒന്ന് പുറകോട്ട് വെക്കാവുന്ന ഒരു സാധ്യതയാണ് ഇതിൻ്റെ അകത്ത്. പക്ഷെ നമ്മളിതുപോലെ നോക്കുമ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുക എല്ലാവരും ഇത് നോക്കിയിട്ടാണ് ആപ്ലിക്കേഷൻ വയ്ക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ട് ഇത്തവണയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവിടെ തന്നെ ആയിരിക്കും എണ്ണവും കൂടുതൽ. ഇനി അടുത്തത് നമുക്ക് സാധ്യത, അതായത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ജില്ലകളാണ് മലപ്പുറത്തിന് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറത്ത് തന്നെയായിരിക്കും ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ആളുകൾ വെക്കുക. അതുകൊണ്ട് കട്ട് ഓഫ് മാർക്കും ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് തന്നെയായിരിക്കും. മലപ്പുറത്ത് നിങ്ങൾ വെക്കണമെന്നൊന്നും ഞാൻ അങ്ങനെ ഉറപ്പ് പറയത്തൊന്നുമില്ല. നിങ്ങൾക്ക് അതിന് ശേഷം എടുക്കാവുന്ന ജില്ലകളാണ് തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ, കോഴിക്കോട്, കാസർഗോഡ് മുതലായ ജില്ലകൾ. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് മലപ്പുറം. അത് നിങ്ങൾക്ക് കൊടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം, ഞാൻ അതിന് നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്താണ്, തിരുവനന്തപുരം കൊടുക്കാം, അതുപോലെ കൊല്ലം കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് തൃശ്ശൂർ കൊടുക്കാം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതാണ് കോഴിക്കോട് കൊടുക്കാം, പിന്നെ നിങ്ങൾക്ക് കാസർഗോഡ് കൊടുക്കാം. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, ഈ പച്ചയ്ക്ക് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, അതായത് ആലപ്പുഴ 375 164 എടുത്തിട്ടുണ്ട്. കോട്ടയം 290 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ, 126 പേരെ എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് നമ്മൾ ഇച്ചിരി പ്രശ്നമാണ്, 365 പേരുടെ ലിസ്റ്റ് ഇട്ടു, 99 പേരെ എടുത്തു. പക്ഷേ ഈ വർഷം റിട്ടയർമെൻറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കുത്തനെ ഒറ്റക്കയറ്റമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷത്തെ അത്യാവശ്യം ഒഴിവുകൾ ഇവിടെ ഉണ്ട്, എറണാകുളത്തുണ്ടെന്നാണ് അനുമാനം. അപ്പോൾ അതുകൊണ്ട് LPSCയുടെ ലിസ്റ്റൊക്കെ ചുമ്മാ കുത്തനെ കയറി പോകും. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എറണാകുളം നമുക്ക് എന്ത് ചെയ്യാൻ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പിന്നെ പാലക്കാട് 434 പേരുടെ ലിസ്റ്റ് ഇട്ടു, 211 പേരെ എടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണൂർ അത്ര മോശമൊന്നുമല്ല, 391 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് 108 പേരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് ശേഷം പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അതായത് ഈ പറയുന്ന റെഡ് കളറിലിട്ടേക്കുന്ന മാർക്ക് ചെയ്തതിന് കൂടാതെ നിങ്ങൾക്ക് പിന്നീട് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എന്താ, നിങ്ങളുടെ തൊട്ടടുത്ത ജില്ല, ഇപ്പം പത്തനംതിട്ട ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, പത്തനംതിട്ട എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിച്ചിടേണ്ട ഒരു സ്ഥലമാണ്. കാരണം അവിടെ ഈ എന്താണ് ഒഴിവുകൾ വളരെ കുറവാണെന്നാണ് അടുത്ത വർഷത്തേക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ പൂർണ്ണമായിട്ടും വേണ്ടാന്ന് വെക്കണ്ട. പത്തനംതിട്ട വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അടുത്ത വർഷം അവിടെ ഒരു 10,000 പേര് അപേക്ഷിക്കേണ്ടിടത്ത് വെറും 1000 പേരെ അപേക്ഷിച്ചുള്ളെങ്കിൽ അവിടെ സാധ്യത കൂടുതലാണ്. 1000 പേർക്കും സാധ്യത കൂടുതലാണ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഉള്ളതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് ലാസ്റ്റത്തേക്ക് വെക്കാൻ പറ്റുന്നതാണ് പത്തനംതിട്ട. പിന്നെ നമുക്ക് അതുപോലെ തന്നെ 391 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് 66 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ വയനാടാണെങ്കിൽ. ഇവിടെ നോക്കിക്കേ, ഇടുക്കി നമുക്ക് നോക്കാം, 67 പേരെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏറ്റവും അവസാനത്തേക്ക് വെക്കാൻ പറ്റുന്നതാണ്. എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇടുക്കിക്കാർക്ക് നേരെ കാസർഗോഡും അതുപോലെ തന്നെ കോഴിക്കോടും ഒന്നും പോയി വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇടുക്കിക്കാർ വേണമെങ്കിൽ കോട്ടയമോ എറണാകുളമോ ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അതിനുശേഷം ഇടുക്കി നിങ്ങൾക്ക് വെക്കാം. ഇടുക്കി തന്നെ ഉള്ളവർക്ക് ഞാൻ മുൻപേ പറഞ്ഞല്ലോ, നിങ്ങളുടെ ജില്ല തന്നെയാണ് നിങ്ങൾക്ക് എപ്പോഴും അഭികാമ്യം. അതിനുശേഷം മറ്റൊരു ജില്ലേനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം പൂർണ്ണമായിട്ടും ഈ സാറന്മാർക്കൊക്കെ ആകുമ്പോൾ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് പോയി എവിടെ വേണമെങ്കിലും നിന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ടീച്ചർമാർക്ക് അതല്ല, വീട്ടുകാരുടെയും അതുപോലെ തന്നെ വീട്ടുകാരുടെയും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ പെൺപിള്ളേർക്കൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ഒത്തിരി ഭാവിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളത് നിങ്ങളുടെ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള ഒരാളെ സെറ്റാക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നിലവാരം എന്ന് പറയാനുള്ളത്. അത് ആദ്യമേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ കോഴിക്കോട്, കാസർഗോഡ്, അതുപോലെ മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, കൊല്ലമൊക്കെ കൊടുക്കുക, തൃശ്ശൂരൊക്കെ കൊടുക്കുക. അതിനുശേഷം മാത്രം ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, കണ്ണൂർ ഇതിനൊക്കെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുക. ഓക്കെ. പിന്നെ പത്തനംതിട്ടേനെ പരമാവധി ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒഴിവാക്കുമ്പോൾ പിന്നെ അവിടെ വെക്കാൻ അപേക്ഷകരില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്ന ആ ഒരവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, UPST അതിൻ്റെ ലിസ്റ്റ് വന്ന് 10/10/2022 അതായത് 23, 24, 25, 10/10/25 വരെ 9/10/25 വരെ ഇതിൻ്റെ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ട്. അപ്പം പക്ഷേ അതുകൊണ്ട് നമുക്ക് കാര്യമായില്ല. നമുക്കിവിടെ നോക്കുമ്പം ഈ മലപ്പുറമൊക്കെ നോക്കിക്കേ, 970 പേരെ വിളിച്ചു, അതിൻ്റെ അകത്ത് 287 പേർക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇനിയുള്ളൊരു കാര്യം ശ്രദ്ധിക്കുമ്പം പുതിയ പാഠ്യപദ്ധതിയൊക്കെ വന്നു കഴിയുമ്പം അതിൻ്റെ അകത്ത് ടീച്ചർമാരുടെ യോഗ്യതയെക്കുറിച്ച് യോഗ്യതാ പരീക്ഷകളൊക്കെ നടത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഹൈസ്കൂളിലുള്ള ടീച്ചർമാർ HSTനെ എന്ത് ചെയ്യേണ്ടി വരും, നേരെ UPയിലേക്കൊക്കെ ഡൗൺഗ്രേഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവണമെന്നല്ല, ഉണ്ടായേക്കാം. അങ്ങനെ വരുമ്പോൾ എന്താണ്, നിലവിലിപ്പോൾ ഒരു 10 ഒഴിവുണ്ടെങ്കിൽ ആ 10 എണ്ണത്തിൽ 8 എണ്ണം ഈ പറയുന്ന ഈ ഡൗൺഗ്രേഡ് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന ഒരവസരം വന്നാൽ ഹൈസ്കൂളിന് അവിടെ പുതിയ പോസ്റ്റുകൾ ഉണ്ടാവും. പക്ഷേ എന്താണ്, UPയിലേക്ക് അവിടെ പുതിയ പോസ്റ്റുകൾ ഇവിടെ മിച്ചം 2 എണ്ണേ വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രണ്ടും കൽപ്പിച്ച് നമുക്ക് അങ്ങനെ ചാടിക്കയറി തല വയ്ക്കാനും പറ്റില്ല. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളതൊന്ന് പരിഗണിക്കുക. അങ്ങനെ വരണമെന്നല്ല, വരാം. അപ്പോൾ ആ ഒരു വരുമ്പോൾ നമ്മൾ നേരത്തെ നമുക്കൊരു കരുതലുള്ളത് നല്ലതാണ്. ആ ഒരു കരുതൽ മാത്രം നിങ്ങളവിടെ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മലപ്പുറം 287 പേരെ വിളിച്ചിട്ടുണ്ട്. കോഴിക്കോട് 301 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ, 276 പേരെയും വിളിച്ചിട്ടുണ്ട്. 10-30 താഴെ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി പോകും. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും അതെ, കണ്ടോ, നമ്മൾ ഇതും കൂടെ നോക്കണം കേട്ടോ. അതായത് നമ്മുടെ ചുമയ്ക്കാൻ വന്നാൽ ചുമക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇത് വീഡിയോ ആണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്ന് എടുത്തേക്കൊന്നും കൂടെ നിങ്ങളൊന്ന് പരിഗണിച്ചോണം. ഇവിടെയൊക്കെ ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് SC, ST, മുസ്ലിം, ലാറ്റിന്, അതുപോലെ OBC, പിന്നെ വിളക്കിത്തല നായർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വകർമ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആ ഒരു ഭാവി നിങ്ങൾ അതുകൂടി നോക്കണം. ഇവിടെയൊക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റ് എടുത്തു നിങ്ങൾക്കൊക്കെ സാധ്യതകൾ ഒരുപാട് ഉള്ള സ്ഥലങ്ങളാണ് കോഴിക്കോട്, മലപ്പുറം, പിന്നെ കാസർഗോഡ്, തിരുവനന്തപുരം മുതലായവ. അപ്പോൾ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ ഇവിടെയൊക്കെ തന്നെ ആണെങ്കിൽ നിങ്ങൾ വേറെ നാട്ടിൽ കൂടെ ഓടി നടക്കുകയൊന്നും വേണ്ട, ഇതിലേതെങ്കിലുമൊക്കെയാണ് അവിടെ തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് സാധ്യതയുള്ളതാണ് കൊല്ലം. ഇവിടെ 376, 106, 192, 103 ഇവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒഴിവുകളുടെ എണ്ണം അടുത്ത 3 വർഷങ്ങളിലേക്ക് കൂടുതലാണ്. ലിസ്റ്റ് തീർന്നാൽ പുതിയ ലിസ്റ്റിൽ നിന്ന് അതുകൊണ്ട് പടപെട്ടാന്ന് വിളി തുടങ്ങും. പിന്നെ എറണാകുളം കുഴപ്പമില്ല, തൃശ്ശൂർ കുഴപ്പമില്ല, പാലക്കാട് കുഴപ്പമില്ല, കണ്ണൂർ കുഴപ്പമില്ല. ഇപ്പം കണ്ണൂരൊക്കെ ആണെങ്കിലും കണ്ടോ, 294 പേരെ വിളിച്ചിട്ട് അതിൻ്റെ അകത്ത് 126 പേർക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ പാലക്കാടാണെങ്കിൽ 430, 152. ഇവിടെ കണ്ടോ, ചെറിയ ലിസ്റ്റ് ഇട്ടിട്ടുള്ളൂ, 292 പേരെ 162 പേരെ എടുത്തിട്ടുണ്ട്. എറണാകുളത്ത് 292 പേരെ എടുത്തു, 126 പേരെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ പ്രതീക്ഷിക്കാവുന്ന സ്ഥലങ്ങളാണ്. മെയിനായിട്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, പിന്നെ തിരുവനന്തപുരം. അതുപോലെ തന്നെ അടുത്തത് കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. ഇവിടെയൊക്കെ ഒരേപോലെയാണ് കേട്ടോ സാധ്യതകൾ, വലിയ വ്യത്യാസമൊന്നുമില്ല. പാലക്കാട്, കണ്ണൂർ. പിന്നെ ഒടുക്കവേ എന്ത് ചെയ്യാവുള്ളൂ, ഇടുക്കി,
കോട്ടയം, വയനാട്, പത്തനംതിട്ട ഒക്കെ വയ്ക്കാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ പോകുമ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അവസരങ്ങൾ ഏറ്റവും കൂടുതൽ എത്ര ഉണ്ടാവുന്നു. പിന്നെ നിങ്ങളുടെ കാറ്റഗറി നോക്കുക. ഞാൻ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരും. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണം നോക്കാം. അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റും കൂടെ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഴുവൻ ലിസ്റ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ ഒരു യോഗവും കൂടിയാണ്. നിങ്ങളതൊക്കെ നോക്കി വെച്ച് കഴിയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ ഒരു ഭാവി ഭദ്രമാക്കാൻ പാകത്തിനുള്ളൊരു ജോലിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കട്ട് ഓഫ് കൂടി പരിഗണിക്കാം കേട്ടോ. കട്ട് ഓഫ് കൂടി നിങ്ങൾക്ക് പരിഗണിക്കാം. കട്ട് ഓഫ് ഒന്നും ഇതിൽ കുറയുമെന്ന് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. UP ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിന് മേലെ ആയിരിക്കും ഇപ്രാവശ്യത്തെ കട്ട് ഓഫ്. നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുക. 65 എന്നൊക്കെ പറയുന്നത് ഇപ്രാവശ്യം ഒരു 80 ഒക്കെ ആയിരിക്കും കട്ട് ഓഫ്. കാരണം പിള്ളേർ ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ വിദ്യാവീതിയിൽ നമ്മൾ 300 പേരുടെ ഒരു പരിശീലനം നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അതിലേക്ക് പങ്കെടുക്കണമെങ്കിൽ നമുക്കിവിടെ ഫീസിന് കുറവൊന്നുമില്ല. വേറെ ഒന്നിന് കുറവില്ലെങ്കിലും ഫീസിന് യാതൊരു കുറവുമില്ല. ഫീസൊക്കെ നമ്മുടെ അടുത്ത് നല്ല കൃത്യമായിട്ടുള്ള ഫീസാണ്. പക്ഷേ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 300 പേരെ നമ്മൾ പങ്കെടുപ്പിക്കുന്നുള്ളൂ. ലൈവായിട്ട് രാത്രി നിങ്ങൾക്ക് ക്ലാസ് തരും. അത് ഗൂഗിൾ മീറ്റ് വഴി നിങ്ങൾക്ക് ക്ലാസ് തരും. എല്ലാ വിഷയത്തിൻ്റെയും തരും. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പം തന്നെ മുഴുവൻ സിലബസും ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ റെഫറൻസിന് തരും. അതിനുശേഷം മാത്രമാണ് ഡെയിലിയുള്ള ഈ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. കാരണം എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്ന 300 പേരെയും ലിസ്റ്റ് കയറ്റാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ പ്രകാരത്തിലാണ് നമ്മുടെ വിദ്യാവീതി ടീച്ചർമാർ ഈ ക്ലാസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്തേക്ക് അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. 94 95 177 417. ഇത് എൻ്റെ തന്നെ നമ്പറാണ് എന്ന് പറഞ്ഞ് ഇനി ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട. ഇതിൽ കൂടുതൽ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല. നിങ്ങൾ കൂടി ഒന്ന് ആലോചിച്ചിട്ട് വീട്ടുകാരായിട്ടൊക്കെ ഒന്ന് ആലോചിക്കാം. നമുക്കൊരു നല്ല കാര്യമല്ലേ. ഇപ്പം നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ എവിടെ വെക്കണം, ഇത്രയൊക്കെ കാര്യങ്ങളാണ് എന്നൊന്ന് പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് തിരുത്തി കാര്യമൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ എവിടെ വെക്കണം എന്ന് ചോദിച്ചിട്ട് നല്ലൊരു തീരുമാനം വെച്ചാൽ മാത്രം പോരാ, നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വിദ്യാവീതി നമ്പർ ഓർത്തിരുന്നോളൂ, 94 95 177 417. അപ്പം കാണാം.